ഇന്ന് നമ്മൾ കളിക്കാൻ പോണ പുതിയൊരു ഗെയിമായിട്ടാണ്. നമ്മളിന്ന് കളിക്കാൻ പോണ ബുള്ളി എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. നമ്മൾ നേരത്തെ കളിച്ചിട്ടുള്ള ഫാർ ക്രൈ കളിച്ചിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിന് ഒരു സീരീസ് തുടങ്ങണമെന്നൊക്കെ ഉണ്ട്. അതിന് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം ഗൈസ്. ഇപ്പോൾ നമുക്ക് പുതിയൊരു ഗെയിം കിടക്കാം. ഇപ്പോൾ ആദ്യത്തെ പാട്ടാണ് നമ്മൾ കളിക്കാൻ പോണത്. രണ്ടാമത്തെ പാട്ടൊക്കെ എന്തായാലും ഉടനെ നമ്മൾ ഇടാൻ പോവാണ്. വീഡിയോ കഴിഞ്ഞിട്ടൊരു കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ലൈക്ക് ഷെയറും സബും ചെയ്യൂ. ഗെയിമിട്ട് തുടങ്ങാം ഗൈസ്. ആദ്യം തന്നെ ഇരിക്കാൻ പറ്റും. ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റോറി പറഞ്ഞുതരാം. ആദ്യം ഇമ്മാരൊന്ന് ഇരിച്ചാൽ മതി കേട്ടോ. സ്റ്റോറി മേലാന്നറിയോ? ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റോറിയും പറയാമല്ലേ ഗൈസ്. ഇവൻ്റെ അമ്മയ്ക്ക് ഇവന് ഇഷ്ടമല്ല. കാരണം ഇവൻ നല്ല ഗുണ്ടാണ്. സ്കൂളിലൊക്കെ നല്ല അടി ഉണ്ടാക്കും. അത് കാരണമാണ് ഇവനെ ഒരു ഹോസ്റ്റലും സ്കൂളിലായിട്ട് ചേർത്തത്. അത് കാരണം ഇവന് ഗുണ്ടയാണ് നല്ല താല്പര്യം. അത് കാരണം ഇവനെ ഈ സ്കൂളിൽ ചേർത്തിട്ട് നമുക്ക് ഇവനാണ് എല്ലാത്തിലും മെയിൻ ഈ സ്കൂളിൽ. അതാണ് ഇവൻ്റെ ആഗ്രഹം ആവണമെന്ന്. ഈ സ്കൂളിൽ ഈ മാപ്പ് കണ്ടോ വൈസ്? മാപ്പ് കാണാൻ പറ്റുള്ളവരുണ്ട്. മാപ്പ് ക്ലിയർ ആയിരിക്കില്ല, ഞാൻ നോക്കാം. അവിടെ ചുമപ്പ് സാധനം കണ്ടോ? അതാണ് ഇവിടെ പോലീസ് പോലത്തെ സാധനം. എൻ്റെ മെയിൻ ഗുണ്ട ആവണമെന്നാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. പിന്നെ ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റല്. ഇത് സ്കൂളിലൊന്ന് കയറിയേക്കാം. ഇവനൊന്ന് അടിച്ചാൽ നമ്മൾ ഫസ്റ്റാവും. അത് കുറേ വെപ്പൺസൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പം അൺലോക്കല്ല. എന്തൊക്കെയാ കവണ അങ്ങനത്തെ സാധനമുണ്ട്. ഇവിടെ കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റും. പിന്നെ ഇവന്റെ ഹോസ്റ്റലിൽ കയറി ഇവന്റെ ഡ്രസ്സ് മാറാനും പറ്റും. പിന്നെ പടക്കമൊക്കെ എടുത്ത് ഇത് നല്ല വയലൻസ് ഉള്ള ഗെയിം പോലെയാണ് ഗൈസ്. എല്ലാവർക്കും ഗെയിമിലിട്ട് ഇഷ്ടം. ഇനി അടുത്ത ഗെയിം എന്താ കളിക്കേണ്ടതെന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് ഇവന്റെ പഴമൊക്കെ ഇങ്ങനെ ഡബിൾ മൈൻഡ് എടുക്കല്ലേ. ഇവന്റെ കയ്യിലിരുന്ന പഴമൊക്കെ എടുത്ത് തിന്നാനൊക്കെ പറ്റും. നമുക്ക് കണ്ടാ ചക്കൻ പേടിച്ചു. ചിരിക്കണോ നീ ചിരിക്കണോ നീ ഇനി ചിരിക്കൂന്ന് കിട്ടിയോ കൊടിയോ എന്താ? അയ്യോ അവൻ പിടിക്കാം. നമുക്ക് നമ്മളോട് പറഞ്ഞേക്കണ പോലീസിന്റെ പോലീസും പോട്ടെ, പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ പോകാനാണ്. പക്ഷെ നമുക്കിപ്പോൾ പോയാൽ ശരിയാവില്ല. ഇവനിപ്പോൾ പിടിക്കും. പിടിക്കാണ്ടൊന്ന് പോണം. അവൻ പെട്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയി നോക്കിട്ടെ. പോയി കാണൂലേ അവൻ. നമുക്കിനി ഇതിന്റെ മേളിൽ പോയിട്ട് വരാം. പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ പോയിട്ട് വരാം. നമ്മളെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറിണ്ട് ഗൈസ്. പ്രിൻസിപ്പാള് കുറെ ഇങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ കളിച്ചോണ്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ അഡ്മിഷനായിട്ട് വന്നേക്കണല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറില്ലേ, സൈനൊക്കെ എന്തോ ചെയ്യാനില്ലേ, അതൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇതുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരുത്തവൻ പിടിക്കാൻ വന്നില്ലേ, അവൻ നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. എന്തോ മിഷൻസ് വരും. മിഷൻസിനകത്ത് ഓൾറെഡി ഉണ്ട്. എന്നാലും ഇപ്പൊ നമുക്ക് പണിഷ്മെന്റ് പോലെ. ഇപ്പൊ പറഞ്ഞേക്കണ മാപ്പിന്റെ ഒരു എല്ലാ സ്ഥലത്ത് പോകാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ മിഷൻ തീർക്കുക, ഇതിനെ അടിക്കുക, അങ്ങനെയൊക്കെയാണ്. പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ പോകാനാണ്. പക്ഷെ നമുക്ക് ഇപ്പൊ പോയാൽ ശരിയാവില്ല. ഇവനിപ്പോ പിടിക്കും. പിടിക്കാണ്ടൊന്ന് പോണം. അവൻ പെട്ടെന്ന് തോന്നുന്നു. അത് കുറച്ച് ഇങ്ങോട്ടൊക്കെ പോയി നോക്കിട്ടെ. പോയി കാണൂലേ അവൻ.
നമുക്കിനി ഇതിന്റെ മേളിൽ പോയിട്ട് വരാം. പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ പോയിട്ട് വരാം. നമ്മളെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറിയുണ്ട്. പ്രിൻസിപ്പാള് കൊറേ ഇങ്ങനെ പറയുന്നത് ഞാൻ നേരത്തെ കളിച്ചോണ്ട് കാണാൻ കഴിച്ചു. അപ്പൊ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാ നമ്മളിപ്പോ ഒരു പുതിയ അഡ്മിഷനായിട്ട് വന്നേക്കണല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മള് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറില്ലേ, സൈനൊക്കെ എന്തോ ചെയ്യാൻ വേണ്ടിയാ അതൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇതുണ്ട് ഗൈസ്. നമ്മളിപ്പോ ഒരുത്തവൻ പിടിക്കാൻ വന്നില്ലേ, അവൻ നമ്മളെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. എന്തോ മിഷൻസ് വരും. മിഷൻസിനകത്ത് ഓൾറെഡി ഉണ്ട്, എന്നാലും ഇപ്പൊ നമുക്ക് പണിഷ്മെന്റ് പോലെ. ഇപ്പൊ പറഞ്ഞേക്കണ മാപ്പിലൊരു എല്ലാ സ്ഥലത്ത് പോവാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഇതിനകത്ത് മെയിനായിട്ട് നമ്മള് മിഷൻ തീർക്കുക, അതിനെ അടിക്കുക, അങ്ങനെയൊക്കെയാണ്. ഗ്രാഫിക്സ് വലിയ കുഴപ്പമില്ല ഗായ്സ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ സ്ക്രീൻ റെക്കോർഡല്ല എത്തിയാണ്. ഞാൻ OBS 2 GB റാമിലുള്ള ഇല്ലാത്ത OBS കയറ്റി ആക്കി. എനിക്കറിയാലോ, ഞാൻ ചുമ്മാ കയറ്റി ആക്കി. ഈ ഗെയിം ഇപ്പോൾ ലാഗില്ല, സ്മൂത്ത് ആയിട്ടാണ് ഓടുന്നത്. പക്ഷെ OBS കയറ്റിയപ്പോൾ 2 FPS അതിന് അനങ്ങുള്ള. വേറെ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മൊബൈലിലാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ വരെ നിങ്ങൾ കാണില്ലേ. ഇനി ഇവിടെ എന്നാന്ന് പറഞ്ഞൊരു മെഷീനാണ്. ഇവന്മാരെ നമ്മൾ അടിക്കണം, എല്ലാത്തിനും അടിക്കാം ഗൈസ്. ആദ്യം ഇവിടെ പറയണ ബ്ലോക്ക് ചെയ്യാനാണ്. എല്ലാം മിക്ക യൂട്യൂബേഴ്സ് ഇത് കളിച്ചിട്ടുണ്ടാവും. നമുക്കിനി എല്ലാത്തിനും അടിച്ചിട്ട് കാണാം ഗൈസ്. എനിക്കടങ്ങി കണ്ട ഇപ്പം മെയിനായിട്ട് എല്ലാത്തിനും അടിക്കും. ഞാൻ ഫൈറ്റ് ബുള്ളിയോ അടിക്കുമ്പോ ഒരു പ്രത്യേക സൈക്കോപാത്താണ്. കണ്ടാ സിമുലേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അവൻ പേടിച്ചോടിക്കും. ഇനിയിപ്പോ ഒരുത്തം വരും ബുള്ളി. അവൻ പറഞ്ഞ എന്നാ പറഞ്ഞ യൂണിഫോം ഒക്കെ എടുത്തോണ്ട് ഇടാത്ത എന്നാന്ന് യൂണിഫോം പോയിട്ടാണോ. നമുക്ക് ഈ മെയിനായിട്ട് യൂണിഫോം ഇടാൻ താല്പര്യമില്ല. അതേപോലെയാണ് ഇവൻ സംസാരിക്കുന്നത്. Hey, you're the new kid. Yeah, what's it to you? Friendly, aren't you? Give me a break, loser. Hey, relax, friend. You're all pent up. Go easy if they put you on medication. They did to me. Boy, you'll set me insane. That's fascinating. Now if you'll excuse me. I said, relax, friend. Get off, man. Listen to me, tough guy. You just arrived at the toughest school in the country, and I'm offering to be your friend. Trust me, in a place like this, you're gonna need friends. So it's up to you. You gonna play nice or what? ഇനിയും സംസാരിക്കാനായിട്ട് കാണാം. എന്താ നമുക്ക് നമുക്കെന്നെ അടിക്കണോ? ചത്തില്ലേ? കടി മാറി കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. നമ്മളിപ്പോ ഹോസ്റ്റലിലാണ്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഡ്രസ്സ് മാറാൻ പറ്റും. അതിപ്പോ അൺലോക്ക് ആവുന്ന എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ബെഡ്. രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ പറ്റൂലോ. എന്താ മതിയായോ എനിക്ക് കടിയാ. കുറച്ച് ജ്യൂസ് കുടിക്കാൻ കഴിച്ച് നമുക്ക് ഹെൽത്ത് ഇച്ചിരി കുറവാ. ജ്യൂസ് കുടിക്കാൻ
like you should probably change your uniform if you don't. നമ്മുടെ കൂട്ടുകാരെ നമ്മൾ അറിയാണ്ട് അടിച്ചു. അവനടിക്കോ? അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് അത് മ്യൂസിക് ഇഷ്ടമാണ്. അത് മ്യൂസിക് ഒന്ന് നോക്കിയിട്ട് ഈ മ്യൂസിക് ഓഫ് ചെയ്തിട്ടോ നോക്കാം. ഗായ്സ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ ഇത് നമ്മുടെ ഹോസ്റ്റല്, ഇത് നമ്മുടെ റൂം, പിന്നെ ഇവിടെയാണ് ഡ്രസ്സ് വേണം. നമുക്ക് യൂണിഫോം ഇട്ട് നോക്കാം. ഏതപ്പോ യൂണിഫോം ഔട്ട്ഫിറ്റ് സ്റ്റാർട്ടിങ്. ഇത് യൂണിഫോം ഇടാൻ പറഞ്ഞു. നമ്മളിപ്പോ യൂണിഫോം ഇട്ടു. ചെക്കൻ കരയാന്ന് തോന്നുന്നു. ഇതിനകത്ത് എല്ലാ എണ്ണം ചോദിക്കേണ്ടത് നമ്മള് ന്യൂക്കിഡാണോ ന്യൂക്കിഡാണോ ന്യൂക്കിഡാണോ. Even my parents didn't hate me this quickly. Well, welcome to Bullworth. It's a dump. Great. I've been expelled from anywhere halfway decent. Yeah, I've been expelled from anywhere halfway decent because I'm really... ഇതിനകത്ത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സുഖം. മിഷൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പുറത്തു പോകാനൊക്കെ പറ്റും. അത് ട്രൈ നോക്കാം. നമുക്ക് ഈ ടാപ്പിലെ വെള്ളം എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു സുഖം. ഈയിടെ എനിക്ക് എന്താ ഞാൻ നിന്ന് അടിച്ചു തരും. പിടിക്കണം ചാവ് വയലൻസ്. എനിക്കൊന്നും ഇതിനകത്ത് ഒളിച്ചെടുക്കാൻ പറ്റുന്നു. ഇതിനകത്ത് വിളിച്ചേക്കാൻ പറ്റും. ഇതൊക്കെ കൊള്ളാലോ. നൈസ്. ഈ ഗെയിം ഇഷ്ടപ്പെട്ടു. ഇവന്റെ ബാറ്റ് എടുത്താണ്. അതെ, ഇവനൊന്ന് പോട്ടെ. ഈ പോലീസ് പോലത്തെ മുടയാണ് നിക്കടവിടെ കൊണ്ടില്ല. സൈലന്റ് അടിച്ച ഇതിന് കൊള്ളാത്ത ഇത്. പിന്നെ നേരെ മൂന്നൊക്കെ അടില്ല. കാണാൻ പിടിച്ച അവന്റെ ചുണ്ണിക്ക് കറിയൊക്കെ പിടിക്കായിരുന്നു. അവൻ പിടിക്കാൻ മുന്നു. നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഗൈസ്. ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ രക്ഷപ്പെടും. എല്ലാരും 3, 2, 1 ലൈക്ക് ചെയ്യൂ ഗൈസ്. സ്കൂളിനകത്ത് തരാം. നമ്മുടെ സ്കൂളാന്നൊക്കെ എഴുതി കാണിക്കുന്നു. അടുത്ത മിഷൻ. ഗൈസ്, ഇവനാണ് നമ്മളെ കൂട്ടുകാരൻ. പിന്നെ ഇവൻ പറഞ്ഞപ്പോ നമ്മളെ സ്കൂളും ചുറ്റിക്കാട്ടും. ഇവനെ അടിക്കുമായിരിക്കും. ഇത്രയും ബോഡിക്കില്ലേ അടിക്കത്തില്ല പാടായിരിക്കും. എന്നെ നമുക്ക് നമ്മളിപ്പോ അടിക്കാനുള്ള ചാവൻ പറഞ്ഞു പൈസ കൊടുക്കാൻ. പൈസ കൊടുത്തു നോക്കാം. പൈസ കൊടുത്തിട്ട് അടിക്കണുണ്ടല്ലേ. 24 കണ്ട അങ്ങനെയൊക്കെ അടിക്കുന്നു. ചകനെ ഓടിപ്പോയി. നമ്മുടെ കൂട്ടുകാരൻ പറയണ ഇവിടെ ഒരു ലോക്കർ ഉണ്ടാവും തുറക്കാനാ. തുറന്നു നോക്കാം. തുറക്കാനിച്ചിരി
തുറന്നു എന്താട്ടി ബുള്ളി ക്യാപ്പോ? ഓ നമുക്കൊരു ക്യാപ്പ് കിട്ടി ഗൈസ്. ഇനി അത് മാറേണ്ട വരും. ഓ നമ്മുടെ കൂട്ടുകാരനെ ഓടി. ഓ നമ്മളിപ്പോ ഇനി അതെ ഒളിച്ചേക്കണം. നൈസ്. നമ്മളിപ്പോ ഒളിച്ചു നിന്ന് ഗൈസ്. ഇനി ഇറങ്ങാന്ന് തോന്നുന്നു. ഇറങ്ങിയേക്കാം. എന്താ നീ എന്റെ സ്കൂളില് ഈ കോട്ടം വരയ്ക്കോടാ ഭിത്തിയില് കോട്ടം വരയ്ക്കോടാ. അവൻ വരയ്ക്കുവോ? അവന് വരയ്ക്കുവോ? അവൻ പടായി. ഓ ഷിറ്റ്. നമുക്ക് മറ്റേ ഗാരിയോ ആ പൊട്ടനെ പോയി രക്ഷിക്കണം. അപ്പോൾ അവനെ രക്ഷിക്കാൻ അടുത്ത പാട്ടായിട്ട് വെക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ എല്ലാവർക്കും ബൈ.